ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ഫുഡ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് യാത്രകൾ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതലും യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെ നമ്മൾ സ്കൂളിലൊക്കെ ടൂറ് പോകുമ്പോൾ ഒക്കെ മാത്രമാണ് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വയനാട്, ഊട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കല്പങ്ങളാണല്ലേ. അങ്ങോട്ട് യാത്ര പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ചെറുപ്പത്തിൽ ഉള്ള എൻ്റെ വയനാടും ഊട്ടിയും അതുപോലെ തന്നെ മൂന്നാർ ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പോയിട്ടുള്ള വയനാട്, ഊട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗുകൾ കണ്ടവർക്കറിയാം, എൻ്റെ ഉപ്പ ഭയങ്കര ചെറിയൊരു കർഷകനൊക്കെയാണ്. അപ്പോൾ ഉപ്പാൻ്റെ പറമ്പിലേക്കാണ് ഞാൻ ടൂറ് പോകാറുള്ളത്. പറമ്പ് തൊട്ടപ്പുറത്തൊരു കുന്നൊക്കെ ഉണ്ട്, തച്ചുകുന്ന് എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളും ഉപ്പാൻ്റെ പറമ്പിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ തച്ചുകുന്ന് ഞാൻ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പാടെ പറമ്പിൽ ഇപ്പോൾ ചെറിയൊരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടയുടെ വിശേഷങ്ങളും ഇനിയുള്ള വ്ളോഗുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒരു കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇതിൻ്റെ ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ വെറുതെ പണിയൊക്കെ എന്തായി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഇതേപോലെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് താഴത്തുള്ള റൂം. ജസ്റ്റ് ഒരു പ്ലെയിൻ റൂമാണ്, അതിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പറമ്പിൽ അത്യാവശ്യം വാഴ, അതുപോലെ തന്നെ ചാമ്പ, തെങ്ങ്, കവുങ്ങ്, കാപ്പി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കുളമാണ്, മീൻ കുളമാണ്. പക്ഷെ മീനിനൊന്നും ഇതിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ താഴത്തുള്ള റൂം. ആ കടയുടെ നേരെ താഴത്താണ് ഈ ഒരു റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ടൂറ് വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, പഠിക്കാനുള്ള ബുക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ ഇരുന്ന് പഠിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല കാറ്റാണ്. അതാണുണ്ടോ കാപ്പിക്കുരുവാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ തന്നെ 2 തൈയാണുള്ളത് കേട്ടോ. ഈ ഒരു കാപ്പിയുടെ 2 തൈയാണുള്ളത്. അപ്പോൾ ഇത് ഉണക്കി പൊടിച്ച് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മക്കൾക്കൊക്കെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല ഞങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഇത് കാരണം വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ ചാമ്പയ്ക്ക നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാപ്പിക്കുരും ഒക്കെ ഒന്ന് പറിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇത് കണ്ടോ, 2 ചാമ്പ മരമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഒക്കെ മേലെയാണ് കേട്ടോ. അപ്പോൾ വേറൊരു ചാമ്പ ഉണ്ട് ഇവിടെ. 2 ചാമ്പയിലത്തെ ഒരു ചാമ്പ നല്ല ഹൈറ്റിലാണ്, ഒരു ചാമ്പ അധികം ഹൈറ്റില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ പൊട്ടിക്കുന്നത്. ഇത് കിളികൾ തിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പൊട്ടിച്ചില്ല. നിറച്ച് കിളികളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ചാമ്പ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല സുഖമാണ് ഭക്ഷണത്തിനൊക്കെ. ഇതധികം കളറ് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിലത്തൊന്നും പൊട്ടിക്കുന്നില്ല. പിന്നെ അതുമല്ല കിട്ടൂല കേട്ടോ, അത്രയും ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചാമ്പയുടെ മുകളിൽ നിന്നാണ് ചാമ്പയ്ക്ക പൊട്ടിക്കുന്നത് കേട്ടോ. കാരണം ഇതേ നമുക്ക് എത്തുള്ളൂ. ഇതാവുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചാൽ ഈ ഒരു ചാമ്പയ്ക്കൊക്കെ പൊട്ടിക്കാം. ഇതും അധികം കളറ് വന്നിട്ടില്ല, കുറച്ച് ദിവസം കൂടി നിന്നാലാണ് കളറ് വരുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പോവും. അപ്പോൾ ഞങ്ങളിത് പൊട്ടിച്ചിട്ട് ഉപ്പിലിടുക, അച്ചാറിടുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ.
എന്നിട്ടിതാ ഈ പാള ഉണ്ടല്ലോ, കവുങ്ങിൻ്റെ പാള, അതിലാണ് ഇത് ഇട്ട് വയ്ക്കുന്നത്. കവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വണ്ടിയിൽ വെച്ചു. അപ്പോൾ ഇത് പൊട്ടിക്കുന്നുണ്ട്, ഒപ്പം ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതാ ഇത്രയും ചാമ്പക്ക കിട്ടിയിട്ടോ. പിന്നെ മതിയായി, ഞങ്ങളിത് ഇത്രേ പറിച്ചുള്ളൂ. അപ്പോൾ കുരുമുളകും ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഇടിച്ചക്കല്ല, കടച്ചക്ക ഉണ്ടല്ലോ, കടപ്ലാവ്. അപ്പോൾ അതാ മോള് കാപ്പിക്കുരുവൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിൽ ഇതായിരുന്നു. നല്ല രസമാണ് ഇവിടെ വന്നാൽ. ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ട് വരും, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഒരു ദിവസം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടയ്ക്ക, കുരുമുളക്, തെങ്ങ്, വാഴ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മയിലുകളും ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടോ. നല്ല നീളനുള്ള കുരുമുളകാണ് ഇവിടെ ഉള്ളത്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് തോന്നണില്ല കേട്ടോ. ഇത് ഇരുമ്പാമ്പുളി മരമാണ് കേട്ടോ. ഇതിൽ പൂവിട്ടിട്ടേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയാന്ന് അറിയില്ല. ഇത് തേനീച്ചക്കൂടാണ്. 2 പെട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഇതിൽ റബ്ബറും ഉണ്ട്. ഈ ഒരു പറമ്പിൽ അത്യാവശ്യം റബ്ബറും വെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ തന്നെ വെച്ചിട്ടുള്ള റബ്ബർ തൈകളാണ്. ഇപ്പോൾ വലിയ മരങ്ങളായി. അതായത് ഉപ്പാൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ഞാനും എൻ്റെ അനിയനും ഉമ്മയും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അന്ന് എന്തോ പണിക്കാരെ കിട്ടാതെ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ തന്നെ JCB കൊണ്ട് കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തന്നെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. 100 തൈകളോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ മക്കൾ നല്ല ഓടിക്കളിയിലാണ് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഈ അറ്റം മുതൽ അറ്റം വരെ ഓടി കണ്ടു, ഓരോരോ കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളൊരു സംഭവം കണ്ടുപിടിച്ചു. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. ഇതാണ് മയിൽപ്പീലി. എല്ലാവർക്കും ഇഷ്ടാവൂല്ലേ മയിൽപ്പീലി? ഇവിടെ നിറയെ മയിലുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മയിൽപ്പീലിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. 2 എണ്ണം കിട്ടി, പക്ഷെ ഒന്നിൻ്റെ തുമ്പ് നന്നായിട്ട് ഉള്ളതാണ്, മറ്റേത് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതും പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണല്ലോ. ചെറുപ്പത്തിൽ ഞങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. പറമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല എന്താ പറയുക, ശുദ്ധവായു എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഈ ഒരു പറമ്പിൽ നമുക്ക് കിട്ടുന്നത്. വണ്ടികളുടെ ശല്യം ഒന്നും ഇല്ലാത്തൊരു പറമ്പാണ്. അപ്പോൾ മക്കൾ പറയുന്നത് ഇതുപോലത്തെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല, അത്രയും നല്ല രസമാണ് എന്നൊക്കെ പറയണത് കേട്ടോ. അവർക്ക് ഇവിടുന്ന് പോരാൻ തോന്നണില്ല. പിന്നെ ഇപ്പോൾ നേരം വൈകാനായി. അപ്പോൾ ഞങ്ങളിതാ മുകളിലേക്ക് നടക്കുകയാണ്. മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയുടെ അവിടെ എത്തി. അപ്പോൾ മക്കൾക്ക് നേരെ മുകളിലുള്ള, ഞാൻ പറഞ്ഞില്ലേ തച്ചുകുന്ന്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങളിതാ കുറച്ചൊന്ന് കയറി നോക്കിയപ്പോൾ അവിടെ ആടുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു ദിവസം തച്ചുകുന്നിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവർക്ക് പേടി ആട് കുത്തുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. നല്ല രസമാണ് കേട്ടോ. മുകളിൽ ഞാനൊരു ദിവസം വീഡിയോ ഇടാം എന്തായാലും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതൊക്കെ തച്ചൂന്നിൻ്റെ മുകളിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ വരും വീഡിയോസിൽ ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്താം. കടയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.